പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 14-ാം തിരുവചനത്തിലൂടെ ഈശോ ഇപ്രകാരം പറയുകയാണ്: ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കുവാൻ മേലിൽ പാപം ചെയ്യരുത്. ബെത്സയിദായിലെ കുളക്കരയിൽ 30 വർഷമായി രോഗിയായി കിടന്നിരുന്ന ഒരുവനെ സുഖപ്പെടുത്തിയ ഈശോ അവന് നൽകുന്ന സന്ദേശം ഇതാണ്: സൗഖ്യം പ്രാപിച്ച നീ കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കുവാൻ മേലിൽ പാപം ചെയ്യരുത്. രോഗം ശരീരത്തിൻ്റെ അവസ്ഥയാണെങ്കിൽ അതിന് ആത്മാവിൻ്റെ ഒരു തലം കൂടിയുണ്ടെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. പാപം ഉപേക്ഷിക്കാത്ത, മാനസാന്തരപ്പെടാൻ തുനിയാത്ത അവസ്ഥയിൽ പാപം രോഗങ്ങളെയും വിളിച്ചു വരുത്തിയേക്കാം. സങ്കീർത്തനങ്ങളിൽ 107-ാം അധ്യായം 17-ാം തിരുവചനം നമ്മളെ ഇപ്രകാരം പഠിപ്പിക്കും: പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു, തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി. ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ ഹൃദയങ്ങളെ കാണുന്ന കർത്താവിൻ്റെ മുൻപിൽ രോഗങ്ങളെ വിളിച്ചു വരുത്തുന്ന പാപകരമായ ജീവിതാവസ്ഥകളും ശീലങ്ങളും ഉപേക്ഷിക്കുവാനായിട്ടുള്ള കരുത്ത് നമുക്ക് ലഭിക്കുവാനായി പ്രാർത്ഥിക്കാം. ഈശോയുടെ സ്നേഹ സ്പർശനത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. യേശു ക്രിസ്തുവിൻ്റെ മഹനീയമായ നാമത്തിൽ സൗഖ്യവും ആശ്വാസവും നമ്മിൽ ഓരോരുത്തരിലും നിറയട്ടെ. ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളിലും കർത്താവിൻ്റെ തിരുവചനത്തിൻ്റെ ശക്തി നിറയപ്പെടട്ടെ. അതവരിൽ സൗഖ്യവും സമാധാനവും സന്തോഷവും നിറയ്ക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.